ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മൾ ഇന്ന് പാൽപ്പൊടി കൊണ്ട് ഒരു അടിപൊളി ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് തന്നെ ബൗളിൽ 2 കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 4 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാലാണ് ഒഴിക്കേണ്ടത്. കുറേശ്ശെ പാൽ ഒഴിച്ച് നമുക്ക് കുഴച്ച് വയ്ക്കുക. ആദ്യമേ ഞാൻ 1/2 കപ്പ് പാലിന് കുറച്ച് ഒഴിച്ചു, വീണ്ടും ഒഴിച്ച് ഇതേപോലെ കുഴച്ച് മാറ്റി വയ്ക്കുക. ഇനി ഞാൻ ഒരു വലിയ ചീനച്ചട്ടിയിൽ കുഴിയുള്ള ഏത് പാത്രം എടുക്കാം. അതിലേക്ക് 2 കപ്പ് പഞ്ചസാരയും 2 കപ്പ് ആ സെയിം കപ്പിന് തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് ലായനിയാക്കണം. അതിലേക്ക് ഒരു 5 ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ ഒരു അരമുറി ചെറുനാരങ്ങ നീരൂടെ അതിലേക്ക് ഒഴിച്ച് ഒരു 6 മിനിറ്റ് നന്നായിട്ട് ഇത് തിളപ്പിക്കുക. അതിന് ശേഷം അത് അടച്ച് വെച്ച് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന പാൽപ്പൊടിയുടെ കൂട്ടുണ്ടല്ലോ, കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കുക. നമുക്ക് ഗുലാബ് ജാമുൻ എന്തോരം വലിപ്പം വേണം അതനുസരിച്ചിട്ട്. കാര്യം ഇത് എണ്ണയിൽ വറക്കുമ്പോൾ കുറച്ചുകൂടെ വലുതാവും. അപ്പോൾ ഈ ഒരു അളവിൽ എനിക്കൊരു 24 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോ ഉരുളകൾ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പാൽപ്പൊടിയൊക്കെ ചേർത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം തീയിലിട്ട് മാത്രമേ നമ്മളിത് മൂപ്പിച്ചെടുക്കാവൂ. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തന്നെ നമുക്കിത് കോരി മാറ്റണം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ ഇതിങ്ങനെ ഇളക്കി തന്നെ ഇത് എണ്ണ ചൂടാകുമ്പോഴും ഇങ്ങനെ റൗണ്ടായിട്ട് വരും. എങ്കിലും ഈ ഒരു കളറാകുമ്പോൾ കണ്ടോ ഇതുപോലെ തിരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് വറുത്ത് കോരി മാറ്റാം. അപ്പോൾ തന്നെ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈനിലേക്ക് ഇടണം. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഇതിൽ നല്ല പഞ്ചസാര ലൈനിൽ അബ്സോർബ് ചെയ്ത് നല്ല ടേസ്റ്റായിട്ട് അടിപൊളി ഗുലാബ് ജാമുൻ റെഡിയായിട്ട് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റൊരു നല്ല കിഡിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.